ഹായ് ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നെൻ്റെ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിവസം എന്താണെന്നറിയോ? 1000 സബ്സ്ക്രൈബേഴ്സ് ആവാറായി നമ്മുടെ ചാനൽ. അത് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സും, എൻ്റെ ഈ ഒരു കൊച്ചു ചാനൽ ഇഷ്ടപ്പെട്ട നിങ്ങളെല്ലാവർക്കും വളരെ 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 താങ്ക്സ്. ഞാൻ ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് എനിക്ക് 2-3 മാസം കൊണ്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സും, അതും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് താങ്ക്സ് ആദ്യമേ പറയണ്ടേ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ, ന്യൂട്രി കുക്ക്. അതിലെല്ലാം പ്രീ സെറ്റ് ചെയ്തിട്ടുള്ള കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട്. നമുക്ക് റൈസ്, ഓട്ട്മീൽ, ബീൻസ്, യോഗേർട്ട്, സൂപ്പ്, സ്റ്റീം ചെയ്യുക, പ്രഷർ കുക്കറിൻ്റെ എല്ലാ ഇതും ചെയ്യാൻ പറ്റും. ഇതിൽ സ്ലോ കുക്ക് ചെയ്യുക. ഒരു ഇലക്ട്രിക് ന്യൂട്രി കുക്ക് നല്ല ഉപയോഗമാണ് കേട്ടോ, നന്നായിട്ടുണ്ട്. അതിലിപ്പോൾ നമുക്ക് സ്റ്റീം ഇഡ്ഡലി ഉണ്ടാക്കാം. അതിൻ്റെ കൂടെ തന്ന സ്റ്റാൻഡാണ്, അത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. പിന്നെ അതിൽ പറയുന്ന ഒരുവിധം എല്ലാ സാധനങ്ങളും വളരെ നന്നായിട്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് സൂപ്പാണ്. അപ്പോൾ ഞങ്ങൾ വീക്ക്ലി വൺസ് ഒരു സൂപ്പ് കഴിക്കും. ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ സൂപ്പ്, വെജിറ്റബിൾ സൂപ്പ്, അല്ലെങ്കിൽ മഷ്റൂം സൂപ്പ്, അല്ലെങ്കിൽ കോൺ സൂപ്പ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആഴ്ചയിൽ ഒരു ദിവസം മസ്റ്റാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്കന്ന് ഉണ്ടായിരുന്ന വെജിറ്റബിൾസൊക്കെ കൂടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്തത് കേട്ടോ. ഇതിൽ എഴുതിയിട്ടുണ്ട്, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് മഷ്റൂം ഉപയോഗിക്കാം, പൊട്ടറ്റോ ഉപയോഗിക്കാം, ക്യാരറ്റ്, ബീൻസ്, എന്തെല്ലാം പച്ചക്കറികൾ, വെജിറ്റബിൾസ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം അതിൽ ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിച്ചതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ ദാലാണ് കേട്ടോ, മൾട്ടി ദാൽ. അത് വളരെ നല്ല പ്രോട്ടീൻ തരമുള്ള. പിന്നെ അതിൻ്റെ കൂടെ രാജ്മയും, അതും വേവിച്ച രാജ്മയാണ്. കാരണം രാജ്മയ്ക്ക് കുറേ സമയം വേവാൻ വേണമല്ലോ. അപ്പോൾ ആദ്യമേ വേവിച്ച് വെച്ച ഒരു കാക്കപ്പാണ് ഞാനിതിലിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ വേവിച്ച വെള്ളവും ഇതിലൊഴിക്കുന്നുണ്ട്. അത് വേവിച്ച വെള്ളമില്ലേ, നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. കുറച്ച് 2-3 ദിവസമൊക്കെ നിൽക്കും. നെക്സ്റ്റ് ഡേ നമുക്ക് പരിപ്പ് വേവിക്കുമ്പോൾ ഇടാം, ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ അത് ഉപയോഗിക്കാം. പിന്നെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ടോഗോൻ്റെ ഫുഡിൽ അത് മിക്സ് ചെയ്ത് കൊടുക്കും. നല്ല പോഷക മൂല്യമുള്ള ഒരു സാധനമല്ലേ രാജ്മ. പിന്നെ അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇതൊക്കെ ഞാൻ ആ സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ അത് ശരിയാവണില്ല. അപ്പോൾ ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്, ഒന്ന് പ്രാക്ടീസ് ആവണേ ഉള്ളൂ. അപ്പോൾ അതിൽ ഉപയോഗിച്ച ഇതൊക്കെ എന്തൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചതെന്നുള്ളത് അതിൽ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, അതിൽ പ്രീ സെറ്റിംഗ് ആണ്. 30 മിനിറ്റ്സാണ് ഈ സൂപ്പിന് ആവശ്യമുള്ള ടൈം. അപ്പോൾ നമുക്കത് ആ 30 മിനിറ്റ്സ് അതിൽ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 30 മിനിറ്റ്സിന് ആകുമ്പോൾ ഓട്ടോമാറ്റിക് ഓഫാവും. പിന്നെ നമ്മൾ പ്രഷർ കുക്കറിൽ പ്രഷർ പോകാൻ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന അത്രയും സമയം വെയിറ്റ് ചെയ്ത് തുറന്ന് നോക്കുക, നല്ലോണം വെന്ത് തുടങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റി സ്ട്രെയിൻ അരിച്ച് എടുക്കാം. മുരിങ്ങക്കായൻ്റെ സത്തൊക്കെ നല്ലോണം അതിലേക്ക് വന്നിട്ടുണ്ട്, അതിൻ്റെ കോല് മാത്രമേ ഉള്ളൂ. അങ്ങനെ അതെല്ലാം നന്നായി ഉടഞ്ഞ് നല്ല പരുവത്തിലായിട്ടുണ്ട്. അത് കുക്കറിനെക്കാട്ടിലും കുറച്ചും കൂടി ഇതായിട്ടുണ്ട് തോന്നുന്നു. ഞാൻ കുക്കറിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് ആ ഡിഫറൻസ് നന്നായിട്ട് അറിയുന്നുണ്ട്. ഇതിൽ നല്ലോണം ആ ടൈം നല്ലോണം എടുക്കുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ 3 വിസിൽ വന്നാൽ, അല്ലെങ്കിൽ 4 വിസിലൊക്കെ വരുമ്പോഴേക്കായിരിക്കും നമ്മൾ എടുക്കുമ്പോൾ നോക്കും, പിന്നെ ഉടഞ്ഞിട്ടില്ലെങ്കിൽ ആദ്യം മിക്സിയിലടിക്കണം. എനിക്കങ്ങനെ പറ്റാറുണ്ട് കേട്ടോ. അപ്പം അതിനെക്കാട്ടിലും കുറച്ചും കൂടി നന്നായിട്ട് എനിക്കിതിൽ വെന്ത് അതിൻ്റെ എല്ലാ ചേരുവകളും ഒരുമിച്ച് അങ്ങോട്ട് വെന്ത് ശരിക്കും ഒരു സൂപ്പായി. അതിനിടയിലേക്ക് അപ്പോഴേക്കും നമ്മുടെ ടോഗോന് വിശന്നു, അവൻ കരയാൻ തുടങ്ങി. അപ്പോൾ അവൻ ആദ്യം കൊടുക്കുക ഫുഡ്. അതല്ലെങ്കിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവന് കുറച്ച് എന്നാലും ചോദിക്കും. ഞങ്ങൾ കഴിക്കുന്ന ടേബിളിൻ്റെ അടിയിൽ വന്ന് കിടന്നിട്ട് ഇങ്ങനെ ഞങ്ങളുടെ ഇതൊക്കെ കിട്ടണം അവന്. അത് ചെറുപ്പം മുതലേ വന്ന മുതലുള്ളതാണ്. അവൻ ആഹാരം കെടുത്ത് വയറ് നിറഞ്ഞാലും ശരി, ഞങ്ങൾ കഴിക്കാനിരുന്ന വന്ന് വരും. എന്നിട്ട് അവൻ്റെ പങ്ക് അവൻ ചോദിച്ച് വാങ്ങും. അങ്ങനെയാണ്. അപ്പോൾ
എവിടെ എത്തി നമ്മൾ സൂപ്പ് സൂപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ രാജ്മ വേവിച്ചതിൻ്റെ വെള്ളമാണ് കുറച്ച് ഒഴിച്ചത്. എന്നിട്ട് പിന്നെ ഇപ്പോഴാണ് ഞാൻ ഉപ്പും കുറച്ച് പഞ്ചസാരയും, അതെന്തിനാണെന്ന് വെച്ചാൽ ആ തക്കാളി ഉള്ളതുകൊണ്ട് അതിലൊരു പുളിപ്പ് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്, ഉപ്പും. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് പൊടി ഇപ്പോൾ ഇടാം, അല്ലെങ്കിൽ കഴിക്കുമ്പോൾ ഇട്ടാലും മതി. പിന്നെ സാധാരണ എല്ലാവരും പൊതുവേ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൽ ബട്ടർ ഇടാറുണ്ട് അല്ലേ. ഞാൻ ഈ സമയത്ത് ഇട്ടില്ല, കാരണം ഇവിടെ ഞങ്ങൾ കുറച്ച് ഫാറ്റൊക്കെ കഴിക്കണത് കമ്മിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ സൂപ്പിലിട്ടില്ല. പക്ഷേ അതിൻ്റെ കൂടെ കഴിക്കുന്നത് ബ്രെഡിന് പകരം ഗാർലിക് ബ്രെഡാണ്. അപ്പോൾ ആ ഗാർലിക് ബ്രെഡിൽ ഞങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട് കുറച്ച്, ഒരു 1/2 ടീസ്പൂൺ ബ്രെഡിലും പിന്നെ ആ ടോസ്റ്ററിലും 1/2 ടീസ്പൂൺ ബട്ടർ. അപ്പോൾ 1 ടീസ്പൂണോളം ആയില്ലേ, ഇത് മതിയല്ലോ അല്ലേ. കൂടുതൽ ഇത് കഴിക്കണ്ട വിചാരിച്ചിട്ടേ. അപ്പോൾ ആ സൂപ്പ് കഴിക്കണത് എന്തിനാണ്, നമ്മൾക്ക് കുറച്ച് ഡയറ്റ് പോലെയല്ലേ. അപ്പോൾ അതിൽ പിന്നെയും നമ്മൾ ഫാറ്റൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താ അതിൻ്റെ ഗുണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ ബ്രെഡിൽ ഗാർലിക് ബ്രെഡ്, അത് വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ, വീറ്റ് ബ്രെഡാണ്. മൈദയും ഞങ്ങൾക്ക് അത്ര കഴിക്കാറില്ല. വീറ്റ് ബ്രെഡ് നോക്കിയിട്ടാണ് എപ്പോഴും ബ്രെഡാണെങ്കിലും ഗാർലിക് ബ്രെഡാണെങ്കിലും വാങ്ങുമ്പോൾ 100% വീറ്റ് നോക്കിയിട്ടാണ് വാങ്ങാറ്. അപ്പോൾ അത് ഈ 2 പീസ് ഓരോരുത്തർ, ഞാനും അതോട്ടണം ചിക്കു മാത്രമേ ഉള്ളൂ, മറ്റേ 2 പേരും ഇല്ലല്ലോ. 5 പൂനെയിലാണ്, ചിറ്റു ദുബായിലുമാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ 3 ആളേ ഉള്ളൂ. അങ്ങനെ അതുണ്ടാക്കി. അപ്പോൾ അവനവിടെ ടോഗോതിൽ കൂടെ വന്ന് നോക്കുക, എന്താ അവിടെ ഒരു മണം, ബട്ടറിൻ്റെ മണമൊക്കെ വരുന്നുണ്ടല്ലോ, വന്ന് നോക്കിയിട്ട് പോയി. അപ്പോൾ അവൻ വിചാരിച്ചു എനിക്കും കിട്ടും പങ്ക് ഉള്ള സന്തോഷത്തിലാണ് അവൻ. അവന് കൊടുക്കാറുണ്ട് ബട്ടറൊക്കെ ചോറിലൊക്കെ മിക്സ് ചെയ്തിട്ടും ഇതൊക്കെ. അപ്പോൾ അതാണ് അവന് ആ മണം കണ്ടിട്ട് ഇത് വരുന്നത്. അത് അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടില്ലേ. ഭയങ്കര കുറുമ്പനാണ്. അയ്യോ, അവന് കിച്ചണിലേക്ക് പ്രവേശനമില്ല, എല്ലാ സാധനങ്ങളും അവൻ എടുത്തുകൊണ്ട് വിടും. ഞാനതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അവൻ്റെ വികൃതി. തേങ്ങ കണ്ടാലും തണ്ണിമത്തം കണ്ടാലും, പിന്നെ ഡോർ മാറ്റ് ഇട്ട പിന്നെ പറയേ വേണ്ട, അതിനെ എടുത്തുകൊണ്ട് പോയി കടിച്ച് വെളിച്ച് അവൻ്റെ സ്ട്രെങ്ത്ത് മുഴുവൻ അതിൽ കാണിക്കും, വലിച്ച് കീറി കേട് വരുത്തും. നമുക്ക് പിന്നെ അത് ഉപയോഗിക്കാനേ പറ്റില്ല ആ മാറ്റ്, അങ്ങനെയാണ്. അതുകൊണ്ട് ഞങ്ങളവിടെ ഒരു പാർട്ടീഷൻ വെച്ചിരിക്കുകയാണ്, ഫെൻസിങ് വെച്ചിരിക്കുകയാണ്, അടുക്കളയിലേക്ക് കിടക്കാൻ പാടില്ല. അപ്പോൾ അത് അവൻ്റെ സ്ട്രെങ്ത്ത് അറിയില്ല. സത്യം പറഞ്ഞാൽ അത് അവൻ്റെ കാലുകൊണ്ട് ഒരു തട്ട് തട്ടി അത് തുറക്കും, പക്ഷെ അത് അവന് അറിയുന്നില്ല. അതാണ് അത് ഭയങ്കര അത്ഭുതമാണ്. ഞങ്ങൾ അതാണ് നമ്മൾ ചെറുപ്പത്തിലേ നായ്ക്കഴുത്തൊക്കെ എന്താണ് നമ്മൾ പഠിപ്പിച്ച് കൊടുത്താൽ അവരത് ചെയ്യും. അതിനപ്പുറം നമ്മൾ പറയാതിരുന്നാൽ അവരൊന്നും ചെയ്യില്ല. അതാണ് ഏറ്റവും നല്ലൊരു ഗുണം. എന്ത് ചെയ്യാൻ പാടില്ല എന്നോ പറഞ്ഞാൽ പിന്നെ അത് ചെയ്യില്ല. പക്ഷെ ചില കാര്യങ്ങൾ ചെയ്താൽ അത് ചെയ്ത പോലെ തന്നെ ഇരിക്കും. അതിന് മാത്രം എത്ര നോ പറഞ്ഞാലും കേൾക്കില്ല. ചിലതൊക്കെ ഭയങ്കര അനുസരണമാണ്, പക്ഷെ രസമാണ്. അവനില്ലാണ്ടിരുന്നാൽ നമുക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും. അവൻ്റെ എപ്പോഴെങ്കിലും എന്തെങ്കിലും വയ്യാണ്ടാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയാലും ഉണ്ടാതെ കിടന്നാൽ ഞങ്ങൾക്കാണ് സങ്കടം. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ? ഇഷ്ടപ്പെട്ടോ അതോ ഡ്രാഗായോ? എന്തായാലും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒന്നുകൂടി താങ്ക്സ് എ ലോട്ട്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് കാണുന്നതായിരിക്കും. ബൈ.